നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഫെബ്രുവരി 1 മുതൽ UPI ഐഡികളിൽ സ്പെഷ്യൽ ക്യാരക്ടർ അനുവദിക്കുന്നില്ലെന്ന് പറയപ്പെടുന്നു. എന്നാൽ അങ്ങനെ ഒരു നിയമം വന്നാൽ നമുക്ക് എങ്ങനെ എത്ര പെട്ടെന്ന് അതിനെ മറികടക്കാം? നമ്മുടെ UPI ഐഡിയിൽ സ്പെഷ്യൽ ക്യാരക്ടർ നീക്കം ചെയ്യണമെന്നാണ് പറയുന്നത്. UPI ഇടപാട് ഐഡിയിൽ ആൽഫ ന്യൂമറിക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതായത് അക്കങ്ങളും അക്ഷരങ്ങളും മാത്രമേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ പ്രത്യേകമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പ്രതീകങ്ങളോ മറ്റും UPI ഐഡിയിൽ പാടില്ല എന്നുള്ളതാണ് പറയപ്പെടുന്നത്. നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന പേയ്മെൻറ്റ് ആപ്പുകൾ ഓട്ടോമാറ്റിക്കായിട്ടാണ് നമുക്ക് UPI ഐഡി ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. UPI ഐഡിയിൽ വരുന്ന മാറ്റം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മളുടെ ഫോൺ നമ്പർ, ഇപ്പോൾ നിങ്ങളിത് ജസ്റ്റ് ഉദാഹരണത്തിന് വിചാരിച്ചാൽ മതി, 6677889999 ആണെന്ന് വിചാരിക്കുക. നമ്മളുടെ ബാങ്ക് SBI ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പേയ്മെൻറ്റ് ആപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് തരുന്നത് ഇങ്ങനെയാണ്: 6677889999@OKSBI എന്നായിരിക്കും. ബാങ്ക് SBI ആയതുകൊണ്ടാണ് നിങ്ങളുടെ ബാങ്ക് ഏതാണ് ആ രീതിയിലാണ് ഇതിൽ ഓക്കെ, അതിനുശേഷം നമ്മളുടെ ബാങ്കിൻ്റെ പേര് വരാം. ഇങ്ങനെയാണ് നമ്മളുടെ UPI ഐഡി എങ്കിൽ നമുക്ക് ഒരിക്കലും ഇടപാട് നടത്താനായിട്ട് സാധിക്കില്ല. ഉദാഹരണത്തിന് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ ഒരു പേര് വെച്ച് ഒരു UPI ഐഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ edwin@raj@UPI എന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ അതിൽ നിന്നും സ്പെഷ്യൽ ക്യാരക്ടറായ A നീക്കം ചെയ്തതിന് ശേഷം എഡ്വിൻ രാജ് UPI എന്ന് പുതിയതായിട്ട് ഒരു ഐഡി ക്രിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിനുശേഷം നമുക്ക് തടസ്സമില്ലാതെ നമ്മളുടെ എല്ലാ UPI ഐഡി പേയ്മെൻറ്റുകളും ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അടുത്തായി നമുക്ക് ഗൂഗിൾ പേ ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മളുടെ UPI ഐഡി നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളെ പറ്റി നോക്കാം. അതിനുവേണ്ടി നമ്മളുടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് റൈറ്റ് സൈഡിൽ നമ്മളുടെ ഒരു പ്രൊഫൈൽ ഐക്കൺ കാണാനായിട്ട് സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരാം. ഇവിടെ നമുക്ക് താഴെ കാണാം ബാങ്ക് അക്കൗണ്ട് എന്നുള്ളൊരു ഭാഗം കാണാനായിട്ട് സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡ്സ് എന്നുള്ളൊരു ഭാഗം കാണാം. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മളുടെ ഏതാണോ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ആണോ HDFC ആണോ ഏതാണോ അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പേയ്മെൻറ്റ് മെത്തേഡ് ഡീറ്റെയിൽസ് എന്ന് കാണും. അതിൽ നമ്മൾ മാനേജ് UPI ഐഡി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താൽ നമ്മളുടെ UPI ഐഡി അവിടെ കാണിക്കും. അതിനുശേഷം നമുക്കവിടെ എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷനും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതേ രീതിയിൽ നമുക്കത് UPI ഐഡി നമുക്ക് വളരെ എളുപ്പത്തിൽ ഗൂഗിൾ പേ വഴി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് ഓർപ്പിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.